ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്തി നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ്. ഇന്ന് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 11-ാം അധ്യായം 16-ാമത്തെ ശ്ലോകം മുതൽ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 11-ാം അധ്യായത്തിലെ 15 വരെയുള്ള ശ്ലോകങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമുസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയാ ജുഹാവ ത്രേതി തന്മയതയാ തരവോ നീതുസ്തം പകുഭൂതഹൃദയം അനുമാന സമാധാനീയരായ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 11-ാം അധ്യായം 16-ാമത്തെ ശ്ലോകം ഞാൻ. അധ്യായം 11 ശ്ലോകം 16. ഏവം പ്രവർത്തതേ വർഗസ്ഥിതി സംയമയേവ ചാം ഗുണം വ്യതികരാദ്രാജൻ മായയാ പരമാത്മനാം. മനുവിന്റെ ഉപദേശമാണ് ധ്രുവനോട്. ഏവം പ്രവർത്തതേ സർഗ, ഇങ്ങനെ സൃഷ്ടി സ്ഥിതി സംയമം സംഹാരം ഇത് മൂന്നും പ്രവർത്തതയെ പ്രവർത്തിക്കുന്നു. ഗുണവ്യതികരാത്, ഗുണങ്ങളുടെ സമ്മേളനം കൊണ്ടാണ്, ഗുണങ്ങളുടെ മേളനം കൊണ്ടാണ്, കൂടിച്ചേരൽ കൊണ്ടാണ്. വ്യതികരം കൂടിച്ചേരൽ. ഭഗവാന്റെ ഇച്ഛാശക്തി കൊണ്ട് പ്രകൃതിജന്യമായ 3 ഗുണങ്ങൾ, അതുകൊണ്ടാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത്. രജസിന്റെ ആധിക്യം വരുമ്പോൾ സൃഷ്ടിയും, സത്വത്തിന്റെ ആധിക്യം വരുമ്പോൾ രക്ഷയും, തമസിന്റെ ആധിക്യം വരുമ്പോൾ സംഹാരവും. ഇതെല്ലാം ഈശ്വര ഇച്ഛ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഭഗവാന്റെ പ്രസാദം ലഭിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണ് എന്ന് നാം വ്യവഹരിക്കുന്ന ആരാധിക്കുന്ന ഭഗവാൻ കേവലമായ രൂപങ്ങളോ ആകൃതികളോ സ്വീകരിച്ച വ്യക്തിയല്ല, അത് പരമാത്മ സ്വരൂപം തന്നെയാണ് എന്ന് ഒരാൾ തന്നെ സൃഷ്ടി ചെയ്യും, അദ്ദേഹം തന്നെ രക്ഷിക്കും, അദ്ദേഹം തന്നെ ഉപസംഹരിക്കും. ഒരാളുടെ 3 പ്രവൃത്തികളെ 3ആയിട്ട് തിരിച്ച് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെന്ന് വിളിച്ചെന്നുള്ളൂ. 3ഉം ഒന്ന് തന്നെ എന്ന് കാണിക്കാം. ഏവം പ്രവർത്തതേ സർഗസ്ഥിതി സംയമയേവ ചാം ഗുണം വ്യതികരാത് രാജൻ മായയാ പരമാത്മനാം. ഹേ രാജൻ, ഏവം പരമാത്മനഃ മായയാ ഗുണം വ്യതികരാത് സർഗഃ സ്ഥിതിഃ സംയമഃ പ്രവർത്തതേ. ഏവം പ്രവർത്തതേ സർഗസ്ഥിതി സംയമയേവ ചാം ഗുണം വ്യതികരാത് രാജൻ മായയാ പരമാത്മനാം. നിമിത്തമാത്രം തത്രാഫീൻ നിർഗുണം പുരുഷർഷഭ വ്യക്തവ്യക്തമിദം വിശ്വം യത്ര ഭ്രമതിലോഹവത്. നിമിത്തമാത്രം തത്ര ആഫീത് നിർഗുണ പുരുഷർഷഭ. നിർഗുണനായ ഈ 3 ഗുണങ്ങളും ബാധിക്കാത്ത പുരുഷർഷഭൻ, പുരുഷന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായ അദ്ദേഹം നിമിത്തമാത്രമാണ്, ഒരു കാരണം മാത്രമേ ഉള്ളൂ, അതല്ല. വ്യക്ത അവ്യക്തമിതം വിശ്വം, വ്യക്തവും അവ്യക്തവുമായ ഈ വിശ്വം മുഴുവനും എത്ര ഇവിടെ ഭ്രമതി ചുറ്റിത്തിരിയുന്നു, ലോഹവത്, ലോഹത്തെ പോലെ. കാന്തത്തിന്റെ ആകർഷണ ശക്തി കൊണ്ട് ലോഹവും ആ കാന്തത്തിന്റെ കൂടെ കറങ്ങുന്നത് പോലെയാണ്
ഭഗവാന്റെ ആകർഷണ ശക്തി കൊണ്ട് ലോഹതുല്യമായ ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത പദാർത്ഥങ്ങളും അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് ഈ ലോഹസഞ്ചാരത്തിന് കാരണം? കാന്തം. കാന്തം എന്ന് വെച്ചാൽ ആകർഷിക്കുന്നത്, ആകർഷണ ശക്തിയാണ്. ഈ പുരുഷോത്തമനായ ഭഗവാൻ ഇച്ഛിക്കുമ്പോൾ ഇത് സൃഷ്ടിയും അതിൻ്റെ സംരക്ഷയും അതിൻ്റെ നിർവഹണവും പൂർണ്ണമാകും. പക്ഷേ അതിനോടൊരു ആസക്തിയോ പ്രയത്നമോ ഇല്ല. സൃഷ്ടിയോടോ സ്ഥിതിയോടോ സംഹാരത്തിനോടോ ആസക്തിയുമില്ല. അതിനുവേണ്ടി താനൊട്ട് പ്രയത്നിക്കുന്നുമില്ല. കാരണം ഈ പ്രകൃതിയുടെ ഗുണബാധയുള്ളവർക്ക് മാത്രമല്ലേ ആസക്തിയുള്ളൂ. ഈ ത്രിഗുണങ്ങൾ ആരെ ബാധിക്കുന്നോ അവർക്കാണ് ആസക്തി. ത്രിഗുണങ്ങൾ അങ്ങയെ ബാധിക്കില്ല, ഭഗവാനെ ബാധിക്കില്ല. അതുകൊണ്ട് അങ്ങേക്ക് ആസക്തിയില്ല. ഈശ്വരന്റെ ഇച്ഛാശക്തി എന്ന ഈ കാന്തശക്തി സ്ഥൂലവും സൂക്ഷ്മവുമായി ഈ ലോകത്ത് മുഴുവൻ ഉണ്ടായി അങ്ങനെ വിലയം പ്രാപിച്ച് സഞ്ചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. സാന്നിധ്യം കൊണ്ട് ലോഹവത് ഭ്രമതി, ലോഹത്തെ പോലെ കറങ്ങിത്തിരികയാണ്. അപ്പൊ ഈശ്വരൻ അതിന്റെ നിമിത്ത കാരണം മാത്രമേ ഉള്ളൂ, ഉപാദാന കാരണങ്ങൾ അല്ല ഈശ്വരൻ. അതിനുള്ള ഒരു നിമിത്തമായി ഈ ലോഹം കറങ്ങാൻ നിമിത്തം കാന്തമാണ്. അതേപോലെ ഈ ലോകം ഇങ്ങനെ കറങ്ങിത്തിരിയുന്നു, കോടിക്കണക്കിന് ഭൂതജാലങ്ങൾ ഉണ്ടാകുന്നു, മറയുന്നു. ഇതൊക്കെ ഭഗവാന്റെ ഇച്ഛാശക്തി എന്ന കാന്തത്തിന്റെ ആകർഷണ ശക്തി കൊണ്ട് മാത്രമാണ്, വസ്തുക്കളുടെ സ്വഭാവം കൊണ്ട് അല്ല. എന്നാൽ ഈ ആകർഷണ ശക്തി ആരെ ബാധിക്കത്തില്ല? കാന്തത്തെ ബാധിക്കും. ആ കാരണം അതിങ്ങ് നിൽക്കത്തേ ഉള്ളൂ. അതിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കുന്ന ഒരു ശക്തി മാത്രമാണ് ഈ ബാക്കിയുള്ളവയെ കറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വാസ്തവത്തിൽ ഈ ത്രിഗുണങ്ങൾ ഈശ്വരനെ ബാധിക്കില്ല. എന്നാൽ താൻ ആ ത്രിഗുണങ്ങളെ ആശ്രയിച്ചിട്ടാണ് ചെയ്യുന്നത്. ത്രിഗുണങ്ങൾ നിമിത്തമായി മാത്രം തീരുന്നു. നിമിത്തമാത്രം തത്രാസീത് നിർഗുണപുരുഷർഷഭ വ്യക്തവ്യക്തമിദം വിശ്വം എത്ര ഭ്രമതി ലോകവത്. നിർഗുണ പുരുഷർഷഭ തത്ര നിമിത്തമാത്രം ആസീത് എത്ര വ്യക്താവ്യക്തം ഇദം വിശ്വം ലോകവത് ഭ്രമതി. നിമിത്തമാത്രം തത്രാസീത് നിർഗുണപുരുഷർഷഭ വ്യക്താവ്യക്തമിദം വിശ്വം എത്ര ഭ്രമതി ലോകവത്. നിമിത്തമാത്രം തത്രാസീത് നിർഗുണപുരുഷർഷഭ വ്യക്താവ്യക്തമിദം വിശ്വം എത്ര ഭ്രമതി ലോകവത്. ഫഖൽവിദം ഭഗവാൻ കാലശക്തിയാം ഗുണപ്രവാഹേണ വിഭക്തവീര്യാം കരോത്യകർത്തൈവ നിഹന്ത്യഹന്ത ചേട്ടാഭിഭൂം ന ഖലു ദുർവിഭാവ്യാം. ഫഖലു ഇദം, അവൻ ഖലു തീർച്ചയായിട്ടും, ഇദം ഈ ലോകത്തെ, ഭഗവാൻ ആ ഭഗവാൻ കാലശക്തിയ കാന്തശക്തി പോലെ കാലശക്തി കൊണ്ട് ഗുണപ്രവാഹേണ ഗുണങ്ങളുടെ ഒഴുക്കുകൊണ്ട് വിഭക്ത വീര്യ തന്റെ വീര്യത്തെ വിഭജിച്ചു. സൃഷ്ടിയിലും സ്ഥിതിയിലും സംഹാരത്തിലുമായിട്ട് അങ്ങനെ വിഭജിച്ചു. അങ്ങനെയുള്ള തന്റെ ഗുണങ്ങൾ മൂന്നായി വിഭജിച്ച് ആ വീര്യത്തോടു കൂടിയവനായ കാലശക്തി എന്ന ശക്തി കൊണ്ട് കരോതി ചെയ്യുന്നു. അകർത്തായവ, താൻ അകർത്താവാണ്. നേരിട്ടൊന്നിനും താൻ നേരിട്ടൊന്നും സൃഷ്ടിക്കുന്നില്ല. സൃഷ്ടിക്കാൻ ഒരു ഏജന്റിനെ വെച്ചിട്ടുണ്ട് ബ്രഹ്മാവ്, അദ്ദേഹം സൃഷ്ടിക്കുന്നു. ഇത് തന്നെ ബാധിക്കുന്നില്ല. താൻ തന്നെ വിഷ്ണു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്, താൻ തന്നെ ശിവസ്വരൂപത്തിൽ സംഹരിക്കുന്നു. ഇത് മൂന്നും തന്നെ ബാധിക്കുന്നില്ല.
അകർത്ത ഏവ അകർത്തൈവ നിഹന്തി അഹന്ത. നിഹന്തി ഹനിക്കുന്നു, അഹന്ത ഹനിക്കാത്തവനാണ്. കൊല്ലുന്നു, കൊല്ലുന്നില്ല. നിഹന്തി അഹന്ത. ചേഷ്ട വിഭുംന ഖലു ദുർവിഭാവ്യ. വിഭുംനഹ സർവ്വവ്യാപിയായ ഭഗവാന്റെ ചേഷ്ട ദുർവിഭാവ്യ. ഭാവന ചെയ്യാൻ വിഷമമാണ്. പറ്റില്ല എന്നില്ല, ഭാവനയിൽ ഉറപ്പിക്കാൻ ഇത്തിരി വിഷമമാണ്. കാലമെന്ന ശക്തി കൊണ്ടാണ് തന്നെ 3 സ്വഭാവത്തെ വിഭജിച്ച് അതുകൊണ്ട് സൃഷ്ടി സംഹാരങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം അങ്ങേ ബാധിക്കത്തില്ല. ഇത് ബാധിക്കാതെ കണ്ട് സൃഷ്ടിയും സ്ത്രീയും സംഹാരവും ചെയ്യുന്നു. പാലകൻ എന്ന അഭിമാനമില്ലാതെ പാലിക്കുന്നു. ഹന്താവെന്നുള്ള വിചാരം കൂടാതെ കൊല്ലുന്നു. ഞാനാണ് കൊല്ലുന്നത് എന്നൊരു ഭാവനയില്ലാതെ കണ്ട് കൊല്ലുന്നു. അതാണ് ഹന്താവുമാണ് അഹന്താവുമാണ്. ഇങ്ങനെ ഭഗവത് സ്വരൂപത്തെ വർണ്ണിക്കുമ്പോഴൊക്കെ വൈപരീത്യത്തോടുകൂടിയ വർണ്ണിക്കും. വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം ഇത് ആവോളം ധാരാളം സന്ദർഭങ്ങളൊക്കെ പറയും. കർത്ത, അകർത്ത, സഗുണ, നിർഗുണ എന്നിങ്ങനെ എല്ലാത്തിൻ്റെയും വിപരീതം പറയും. കാരണം ഇത് രണ്ടും അല്ല താൻ എന്നുള്ളത് കൊണ്ടാണ്. അത് കാണിക്കാൻ രണ്ടിനെ നിഷേധിച്ചാൽ ഇതിൻ്റെ അപ്പുറത്താണ് താൻ എന്ന് കിട്ടും. അങ്ങനെ ഐശ്വര്യപൂർണനായ ഭഗവാന്റെ ചേഷ്ട നിശ്ചയിക്കാൻ ആർക്ക് പറ്റും? വിഭൂനഹ ചേഷ്ട ദുർവിഭാവ്യ ഖലു. വിഭൂമാവായ ഭഗവാന്റെ ചേഷ്ട ദുർവിഭാവ്യം തന്നെയാണ്. ഖൽവിദം ഭഗവാൻ കാരശക്തിയാം ഗുണപ്രവാഹേണ വിഭക്തവീര്യാം കരോത്യകർത്തൈവ നിഹന്ത്യ ഹന്താം ചേഷ്ടാ വിഭും ഖലു ദുർവിഭാവ്യാം. ഗുണപ്രവാഹേണ കാലശക്തിയാ വിഭക്തവീര്യ ഭഗവാൻ അകർത്തായവ ഇതം കരോതി അഹന്ത നിഹന്തി വിഭുവനഃ ചേഷ്ട ദുർവിഭാവ്യ ഖൽവിദം ഭഗവാൻ കാലശക്തിയാ ഗുണപ്രവാഹേണ വിഭക്തവീര്യാം കരോത്യകർത്തൈവ നിഹന്ത്യ ഹന്ത ചേഷ്ടാ വിഭും ഖലു ദുർവിഭാവ്യാം. ഖൽവിദം ഭഗവാൻ കാലശക്തിയാം ഗുണപ്രവാഹേണ വിഭക്തവീര്യാം കരോത്യകർത്തൈവ നിഹന്ത്യ ഹന്ത ചേഷ്ടാ വിഭും ഖലു ദുർവിഭാവ്യാം. ഓനന്ദോന്തകര കാലോ അനാദിരാദികൃതവ്യയാം ജനം ജനേന ജനയൻ മാരയൻ മൃത്യുനന്തകം. ആ ഭഗവാൻ അനന്തനാണ്, അന്തമില്ലാത്തവനാണ്. അന്തകരഹ ജീവജാലങ്ങളെ അന്തം ചെയ്യുന്നവനാണ്. തനിക്ക് അന്തമില്ല, പക്ഷെ താൻ അന്തകരനാണ്. കാലോ അനാദിഹി ആദികൃത് അവ്യയ. അനാദിയാണ്, ആദികൃത്വമാണ്. കാലസ്വരൂപനായ താൻ അനാദിയാണ്, ആദികൃത്താണ്. തനിക്ക് ആദിയില്ല, പക്ഷെ താൻ എല്ലാത്തിൻ്റെയും ആദി ഉണ്ടാക്കുന്നവനാണ്. അവ്യയനാണ്, ഒരു മാറ്റവും ഉണ്ടാകാത്തവനാണ്. ഒരു മാറ്റം ഉണ്ടാകാത്ത കൊണ്ടാണ് താൻ നിമിത്തമായി നിൽക്കുന്നത്. കാര്യങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മളൊക്കെ കാര്യങ്ങളാണ്, നമുക്കൊക്കെ മാറ്റം ഉണ്ടാകും. ഈ മാറ്റം ഭഗവാന് ഉണ്ടാവില്ല. ഭഗവാന്റെ ഇച്ഛയെന്ന ചേഷ്ടയാണ് നമ്മുടെയൊക്കെ സൃഷ്ടിക്ക് കാരണം. ജനം ജനേന ജനയൻ, ജനത്തെ ജനങ്ങളെ കൊണ്ട് തന്നെ ജനിപ്പിക്കും. താൻ നേരിട്ടൊന്നിനെ സൃഷ്ടിക്കുന്നില്ല. 2 ദമ്പതിമാരെ കൂട്ടിച്ചേർത്തിട്ട് അവരെ കൊണ്ട് സൃഷ്ടി നടത്തുന്നു. പിന്നീടുള്ള 2 ദമ്പതിമാരെ കൂട്ടിച്ചേർത്ത് വീണ്ടും സൃഷ്ടി നടത്തുന്നു. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ജീവജാലങ്ങളെ താൻ ജനേന ജനം ജനയൻ മാരയൻ മൃത്യുന അന്തകം. താൻ തന്നെ മൃത്യുവായി തിന്നിട്ട് അന്തകനായിട്ട് മാരയൻ മരിപ്പിക്കുകയും.
ജനിപ്പിക്കുകയും മരിപ്പിക്കുകയും ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും. അത് ജീവജാലങ്ങൾ പരസ്പരം കൂടിച്ചേർന്ന് മാറിയും ചെയ്യുന്ന പ്രവൃത്തികളാണ്. തനിക്ക് അതിലൊരു കാര്യമില്ല. കാട്ടുതീയില് ഉണ്ടാകുന്നത് വൻമരങ്ങൾ കൂടിച്ചേർന്ന് കാറ്റടിച്ച് കൂട്ടിയൊരഞ്ഞ് അതുകൊണ്ടുണ്ടാകുന്നതാണ് വൻമരങ്ങൾ. ആ വൻമരങ്ങളെ തമ്മിൽ കുട്ടി ഉരസിപ്പിച്ചിട്ട് അഗ്നി ഉണ്ടാകും. ആ അഗ്നി കാടിനെ മുഴുവൻ നശിപ്പിക്കും, ഈ മരത്തെ നശിപ്പിക്കും. എന്തിൽ നിന്ന് അഗ്നി ഉണ്ടായോ അതിനെ നശിപ്പിക്കും, എന്നിട്ട് അത് കെട്ടും. ഇതുപോലെ ഈ തൻ്റെ കാലശക്തി ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, സംഹരിക്കുന്നു. മൃത്യുവായിട്ട് അന്തകനായിട്ട് ഓനന്തോന്തകരക്കാലോനാധികൃതവ്യയാം ജനം ജനേന ജനയൻ മാരയൻ മൃത്യുനന്തകം. അനന്തഃ അന്തകരഃ അനാദിഃ ആദികൃത് അവ്യയഃ കാലഃ ജനേന ജനം ജനയൻ അന്തകം മൃത്യുനാ മാരയൻ. ഓനം ദോന്തകരക്കാലോനാദിരാധികൃതവ്യയാം ജനം ജനേന ജനയൻ മാരയൻ മൃത്യുനാന്തകം. സോനം ദോന്തകരക്കാലോനാദിരാധികൃതവ്യയാം ജനം ജനേന ജനയൻ മാരയൻ മൃത്യുനാന്തകം. പവൈ സ്വപക്ഷോഫ്യ വിപക്ഷേവാം പരഫ്യമൃത്യോർവിശതഫമം പ്രജാം തം ധാവമാനമനുധാവന്ത്യ അനീഷാം യഥാ രജാം ശനിലം ഭൂതസുംഖാഹം. വൈ തീർച്ചയായിട്ടും സ്വപക്ഷോഫ്യ വിപക്ഷേവ, ആ ഭഗവാന് സ്വപക്ഷമെന്നും വിപക്ഷമെന്നുള്ള ഭേദങ്ങൾ ഒരിക്കലും ബാധിച്ചിട്ടില്ല. ഇവരൊക്കെ എന്റെ പക്ഷത്തിലുള്ളവരാണ്, ഇവരെ എതിർപക്ഷത്തിലുള്ളവരാണ്. അങ്ങനെ സ്വപക്ഷവും അഫ്യവിപക്ഷ ഏവവാ വൈ ഇല്ല തന്നെ. പരഫ്യമൃത്യോർവിശതഫമം പ്രജാഹം. പരനായിരിക്കുന്ന ആ ഭഗവാന്റെ മൃത്യോഹോ പരഫ്യമൃത്യോഹോ അഫ്യ, പരനായിരിക്കുന്ന ഈശ്വരനും അന്തകനും ഇവനെ ഒരുപോലെയാണ്. സമം പ്രജാഹ, ഒരുപോലെയാണ്. തം ധാവമാനം അനുധാവന്തി അനീശാ. ധാവമാനം തം, ഓടിക്കൊണ്ടിരിക്കുന്ന അതിനെ, ചുറ്റിത്തിരിയുന്ന അതിനെ, അനുധാവന്തി, അനുസരിച്ച് താനും ചുറ്റി. ഏതുപോലെ യഥാ രജാംസി അനിലം ഭൂതസംഘ, എപ്രകാരമാണോ പൊടിപടലങ്ങൾ കാറ്റിന്റെ പ്രേരണ കൊണ്ട് ഒരു ദിക്കിൽ നിന്ന് മറ്റു ദിക്കിലേക്ക് മാറിപ്പോകുന്നു, അതുപോലെയാണ് ഈ പ്രാണി സമൂഹങ്ങൾ ഇവിടെ നിരന്തരമായും ഓടിക്കൊണ്ടേയിരിക്കും. ഇവരൊക്കെ പൊടിപടലങ്ങളാണ്. ഈ പൊടിപടലങ്ങൾ കറങ്ങിത്തിരിയണമെങ്കിൽ കാറ്റ് വേണം. കാറ്റാരാണ്? ഈശ്വരശക്തിയാണ്. ഈശ്വരശക്തി എന്ന കാറ്റുകൊണ്ട് പൊടിപടലങ്ങളാകുന്ന ഭൂതജാലങ്ങൾ കറങ്ങിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭൂതങ്ങൾക്ക് ആയ ഈ പൊടിക്ക് സ്വയം കറങ്ങാനുള്ള കഴിവില്ല. നമ്മൾക്കൊക്കെ സ്വയം സഞ്ചരിച്ചു പോകാൻ, ഓടി നടക്കാനുള്ള കഴിവ് ഇല്ല. അത് ഈശ്വര പ്രേരണ കൊണ്ട്, ഉള്ളിലിരുന്നു കൊണ്ട് നമ്മെ ചേഷ്ടിപ്പിച്ച്, നമ്മെ പ്രവർത്തിപ്പിച്ച്, ഓടിച്ച്, നടന്ന്, കിടത്തി, ഇതെല്ലാം ചെയ്യുന്നത് ആ ഒരു ശക്തി കൊണ്ടാണ്. ഞാൻ പൊടി പോലെ മാത്രമേ ഉള്ളൂ. വായു ഉണ്ടെങ്കിൽ മാത്രമേ ഈ പൊടിക്ക് ഇങ്ങനെ കറങ്ങിത്തിരിയാൻ പറ്റുള്ളൂ. വായു ഇല്ലെങ്കിൽ പൊടി ശാന്തമായി താഴെ വീണ് കിടക്കും. അതുപോലെയാണ് ജീവജാലങ്ങൾ. അങ്ങയുടെ പ്രേരണയാണ് അതിന് കാരണം. നവൈ സ്വപക്ഷോഫ്യ വിപക്ഷേവാം പരഫ്യമൃത്യോർവിശതഫമം പ്രജാം ധാവമാനം അനുധാവന്ത്യനീശ യഥാ രജം ശനിലം ഭൂതസുംഖാഹം. പ്രജാഃ ഫമം വിശതഃ പരഫ്യമൃത്യോഃ അഫ്യ സ്വപക്ഷഃ വിപക്ഷഃ നവൈ അനീശാഃ ഭൂതസുംഖാഃ
ധാവമാനം തം അനിലം രജാംസി യഥാ അനുധാവന്തി നവൈ സ്വപക്ഷോപ്യവിപക്ഷേയവാം പരസ്യ മൃത്യോർവിശദഫമം പ്രജാം സംധാവമാനമനുധാവന്ത്യനീശാം യഥാ രജാംസ്യനിലം ഭൂതസംഘാഹം നവൈ സ്വപക്ഷോപ്യവിപക്ഷേയവാം പരസ്യ മൃത്യോർവിശദഫമം പ്രജാം സംധാവമാനമനുധാവന്ത്യനീശാം യഥാ രജാംസ്യനിലം ഭൂതസംഘാഹം. ഈ പക്ഷഭേദം ഈശ്വരൻ ഇല്ലേ എന്ന് നമുക്കൊരു സംശയം തോന്നി. കാരണം ചിലർക്ക് ഒത്തിരി കഷ്ടപ്പാടുണ്ടാക്കുന്നു, ചിലർക്ക് സ്വർഗം ഉണ്ടാക്കുന്നു, ചിലർക്ക് സുഖം ഉണ്ടാക്കുന്നു. ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന അല്ലല്ലോ. ഉള്ളിലിരുന്ന ഒരു ഈശ്വരന്റെ പ്രേരണ കൊണ്ടല്ലേ ഇതൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈശ്വരൻ പക്ഷഭേദമുള്ളവരാണ് എന്ന് ചിന്തിച്ചാൽ അതിന് അവകാശമില്ല. ഈശ്വരന് സമമല്ലാത്തൊരവസ്ഥയില്ല, വിഷമാവസ്ഥയില്ല. എന്റേതെന്നോ ശത്രുവെന്നോ അവരെന്തേതോ എന്റേന്ന് പറയാൻ ഒന്നുകൂടിയില്ല. കാലസ്വരൂപനും സംഹാരകർത്താവുമായ ഈശ്വരന് എല്ലാ പ്രജകളെയും ഒരുപോലെയുള്ളു. പ്രാണികളിൽ കാണപ്പെടുന്ന വൈഷമ്യത്തിന് കാരണം അവരുടെ കർമ്മം തന്നെയാണ്. ഒരാൾ കഷ്ടത കൂടുതൽ അനുഭവിക്കുന്ന ഈശ്വരൻ എനിക്ക് തന്നു, അവന് കൊടുത്തില്ല, അത് ഈശ്വരൻ തിരികെ കൊടുക്കുകയല്ല ചെയ്തത്, നമ്മുടെ ഉപകരണത്തിന്റെ കേടുപാട് കൊണ്ട് സംഭവിച്ചതാണ്. കാറ്റിന്റെ ശക്തി അനുസരിച്ചിട്ടാണ് പൊടികൾ പറക്കുന്നത്. ഉദാഹരണം പറഞ്ഞതാണ്. തീരെ കനം കുറഞ്ഞ സാധനം കാറ്റത്ത് പറന്ന് ദൂരെ പോകും. നല്ല കനമുള്ള സാധനം ദൂരെ പോവില്ല, അവിടെ തന്നെ കിടക്കും, ഇത്തിരി അങ്ങോട്ട് മാറും, അത്ര മാത്രമേ ഉള്ളൂ. ഒന്ന് ചലിക്കും, അത്രേ പറ്റുള്ളൂ. ഇതിനെല്ലാം കാരണം ഈ കാറ്റ് തന്നെയാണ്, ഈ വസ്തുവിന്റെ ചലനം തന്നെയാണ്. ചെല്ല് കുറച്ചു കാലം ജീവിച്ചിരിക്കും, ചെല്ല് ഒത്തിരി കാലം ജീവിച്ചിരിക്കും, ചെല്ല് പെട്ടെന്ന് മരിക്കും. അത് അവരുടെ കർമ്മശക്തി കൊണ്ടാണ്. ഈശ്വരൻ ആരെയും മരിപ്പിക്കുന്നതല്ല. അവരുടെ കർമാവശേഷം അത്രേ ഉള്ളൂ, അത് അവരനുഭവിച്ച് മരിക്കുന്നു. ചിലർക്ക് കർമ്മം കുറച്ചുകൂടി കൂടുതലുണ്ട്, അത് തീരുന്നിടം വരെ ഇവിടെ ജീവിക്കേണ്ടവരും. അതുകൊണ്ട് ചില അല്പകാലം കൊണ്ട് നശിക്കും. അത് അവരുടെ കർമ്മം കൊണ്ട് മാത്രമാണ്. ഇങ്ങനെ വൈവിധ്യമാർന്ന പ്രാണിവർഗങ്ങളുടെ വിഷമതകൾക്ക് കാരണം അവരവരുടെ കർമ്മം മാത്രമാണ്. ഈശ്വരൻ കർമ്മങ്ങൾക്ക് ഉചിതമായ ഫലം മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈശ്വരന് വിഷമഭാവമില്ല എന്ന് സ്ഥാപിക്കുക. നവൈ സ്വപക്ഷോപ്യവിപക്ഷേവരസ്യ മൃത്യോർവിശദഫമം പ്രജാം തം ധാവമാനമനുധാവന്ത്യനീശായഥാരജംശനിലം ഭൂതസിംഹാ ആയുഷോപജയം ജന്തോസ്തഥൈവോപജയം വിഭു ഉഭാഭ്യം രഹിതസ്വസ്ഥോ സുസ്ഥസ്യ വിദധാത്യസൗ. ആയുഷോ അപചയം ജന്തോ, ആയുസ്സിന്റെ അപചയം, ആയുസ്സിന്റെ ക്ഷയം, ഇല്ലായ്മ, നഷ്ടപ്പെടുന്നത്, ജന്തോഹോ ജന്തുവിന്, തഥൈവ ഉപചയം, അതേപോലെ ആയുസ്സിന്റെ വൃദ്ധിയും. ഉപചയം വൃദ്ധി, അപചയം ക്ഷയം, അത് രണ്ടും ജന്തുവിനെ വിദധാതി ചെയ്യുന്നു. അഭു ഇവൻ വിഭു. ഉപാഭ്യമരഹ, ഇത് രണ്ടും തനിക്കില്ല. തനിക്ക് ആയുഫുമില്ല, ആദിയില്ല, അന്തമില്ല, അപചയമില്ല, ഉപചയവുമില്ല. പക്ഷെ തൻ്റെ പ്രേരണ കൊണ്ട് ഈ ജന്തുക്കൾക്ക്, കാറ്റിന്റെ പ്രേരണ കൊണ്ട് പൊടിക്ക് ചിലപൊടി കുറച്ചു ദൂരം സഞ്ചരിക്കും, ചിലത് താഴെ വീഴും. അതേപോലെ ഇവിടെ ജീവജാലങ്ങൾ ചിലപ്പം ജനിച്ച് 5-6 മാസം ജീവിക്കും, 5-6 വർഷം ജീവിക്കും, 10-60 വർഷം ജീവിക്കും, ചില 100, 105 ഒക്കെ ആയിട്ട് ജീവിക്കുക. ഇത് ഈശ്വരന്റെ ഒരു പ്രവൃത്തി കൊണ്ടല്ല, നമ്മുടെ ഉപകരണത്തിന്റെ പോരായ്മ കൊണ്ടാണ്. ഉപകരണം സജീവമാണെങ്കിൽ ഒരു കേടുപാടും ഇല്ലാതെ പോകാൻ പറ്റും. ഉപകരണത്തിന് കേടുപറ്റിയാൽ അത് ആ കേടിൽ കൂടി മാത്രമല്ലേ പോകാൻ പറ്റുള്ളൂ. അതിനെ മാറ്റിയെടുക്കുക, അത്രേ നമുക്ക് ചെയ്യാൻ പറ്റും. ആയുഷോപജയം ജന്തോസ്തഥൈവോപജയം വിഭു ഉഭാഭ്യം രഹിതസ്വസ്ഥോ ദുസ്തസ്യ വിദധത്യഭൗ.
उभाभ्यां रहितः स्वस्थः विभुः असौ दुःस्थस्य जन्तोः आयुषः अपचयम् उपचयं विदधाति। आयुषोपचयं जन्तोस्तथैवोपचयं विभु। उभाभ्यां रहितः स्वस्थो दुःस्थस्य विदधत्यसौ। आयुषोपचयं जन्तोस्तथैवोपचयं विभु। उभाभ्यां रहितः स्वस्थो दुःस्थस्य विदधत्यसौ। केचित् कर्म वदन्ति एनं स्वभावमपरे नृपाम्। एके कालं परे दैवं पुंसः काममुदापरे। കേചിത് കർമ്മ വദന്തി, ചിലർ ഇവനെ കർമ്മമാണെന്ന് പറയുന്നു. അവരെ വേറെ ചില സ്വഭാവമാണെന്ന് പറയുന്നു. മറ്റു ചിലരെ കാലമാണെന്ന് പറയുന്നു. വേറെ ചില ദൈവമാണെന്ന് പറയുന്നു. മറ്റുള്ളവരെ പുരുഷന്റെ ഇഷ്ടമാണ്, കാമമാണെന്ന് പറയുന്നു. കേചിത് കർമ്മ വദന്തി ഏനം, ഏനം ഇവനെ ചിലർ പറയുന്നു കർമ്മസ്വരൂപനാണ് ഈശ്വരൻ. ചില സ്വഭാവമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്, തൻ്റെതായ ഭാവമാണെന്ന് പറയുന്നു. ഏകേ കാലം, വേറെ ചില കാലസ്വരൂപനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഇത് പരേ, മറ്റു ചില ദൈവമാണെന്ന് പറയുന്നു. വേറെ ചില പുംസഹ, പുരുഷന്റെ കാമം, ആ പരമപുരുഷന്റെ ആഗ്രഹം മാത്രമാണെന്ന് പറയുന്നു. ഉദാ അവരെ, മറ്റു ചിലർ ഇങ്ങനെയും പറയുന്നു. എന്നിങ്ങനെ ഈ നാനാവിധത്തിൽ ഈശ്വരനെ പറയാൻ കാരണം എന്താണ് എന്ന്, ഈശ്വരൻ തന്നെ ബഹുരൂപനായിരിക്കുന്നു. ഈശ്വരൻ തന്നെ പല നാമങ്ങളും രൂപങ്ങളും സ്വീകരിക്കുന്നു. എന്നാൽ ഈ ഒരു വസ്തുവും ഈശ്വരനെ ബാധിക്കത്തില്ല. അതുകൊണ്ട് ചിലരെ ഈശ്വരനെ കർമ്മമാണ്, മീമാംസകന്മാർ ഈശ്വരൻ എന്താ കർമ്മമാണെന്ന് പറയുന്നു. നിരീശ്വരവാദികൾ സ്വഭാവമാണെന്ന് പറയുന്നു. പൗരാണികന്മാർ കാലമാണെന്ന് പറയുന്നു. ജ്യോതിഷ ശാസ്ത്രജ്ഞന്മാർ ഗ്രഹങ്ങളാണെന്ന് പറയുന്നു. വാൽഫ്യായനൻ മുതലായ കാമശാസ്ത്രകാരന്മാർ കാമമാണെന്ന് പറയുന്നു. ഇങ്ങനെ നാമരൂപങ്ങളെല്ലാം ഭേദിച്ചിരിക്കുന്ന, അല്ലാതെ ഇതൊക്കെ ജഡമാണ്. ഒരു ജഡവസ്തുക്കൾക്കും ഈശ്വരന്റെ കർത്തൃത്വം അവകാശപ്പെടാൻ പറ്റില്ല. അതിന് ഹേതുവായിട്ട് അവരുടെ മതമാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലയോ രാജാവേ, ഈശ്വരന്റെ സാന്നിധ്യം കൂടാതെ ഇവിടെ ഒരു വസ്തു ചലിക്കില്ല ഹേ രാജാവ്. കേചിൽ കർമ്മ വദന്ത്യേനം സ്വഭാവം അപരേ നൃപാം. ഏകേ കാലം പരേ ദൈവം കാമമുദാപരേ. കേചിത് ഏനം കർമ്മ അപരേ സ്വഭാവം. ഏകേ കാലം പരേ ദൈവം അപരേ പുംസ്വകാമം വദന്തി. കേചിത് കർമ്മ വദന്ത്യേനം സ്വഭാവം അപരേ നൃപാം. ഏകേ കാലം പരേ ദൈവം പുംസ്വകാമമുദാപരേ. കേചിത് കർമ്മ വദന്ത്യേനം സ്വഭാവം അപരേ നൃപാം. ഏകേ കാലം പരേ ദൈവം പുംസ്വകാമമുദാപരേ. അവ്യക്തസ്യ അപ്രമേയസ്യ നാനാശക്തിയുദയസ്യ ച ന വൈ ചികീർഷിതം താത ഓ വേദ സുസംഭവം. അവ്യക്തസ്യ അപ്രമേയസ്യ, ഈശ്വരൻ അവ്യക്തനാണ്, അപ്രമേയനാണ്. വ്യക്തികളിലേക്ക് ഭവിക്കുന്നവൻ അല്ല. വ്യക്തി വ്യഞ്ജിപ്പിക്കുന്നതാണ് വ്യക്തി. വ്യഞ്ജിക്കുമ്പോഴാണ് വ്യക്തിയായിട്ട് മാറുന്നത്. ഒന്നിനെയും വ്യഞ്ജിപ്പിക്കലല്ല, അതാത് വസ്തുവിന്റെ സ്വഭാവം കൊണ്ട് അത് വളർന്നു വലുതായി മുമ്പോട്ട് നീങ്ങുന്നതിന് താൻ ഒരു പ്രേരണമായിട്ട് അകത്ത് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്രമേയനാണ്, അളന്ന് തിട്ടപ്പെടുത്താനാവാത്തവനാണ്. നാനാശക്തി ഉദയസ്യ, എന്താ കാരണം? അനേക ശക്തികളായി. ഈശ്വരന്റെ ശക്തികൾ ഒന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുമോ? ഒരു യന്ത്രം ഉപയോഗിച്ച്, ഒരു മാവിനെ ഉപയോഗിച്ച് ഇത്ര ശക്തിയുള്ളവനാണ് ഈശ്വരൻ എന്ന് ഒരുപക്ഷെ നമ്മുടെ കഴിവുകളൊക്കെ നമുക്കിപ്പം
ധാരാളം ആധുനിക ഉപകരണം വെച്ച് കണ്ടുപിടിക്കാം. അങ്ങനെ എല്ലാത്തിനും കണ്ടുപിടിച്ച് വരുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ്, അതുകൊണ്ട് വരുന്ന കലോറികൾ, ഇങ്ങനെ എന്തെന്ത് ഭാവനകൾ കണ്ടുപിടിക്കുന്നുണ്ട്. നാനാശക്തി ഉദയസ്യ നവൈ ചികീർഷിതം താത. ആ ഭഗവാന്റെ ചികീർഷിതം ചെയ്യാനുള്ള ആഗ്രഹം ഓ വേദ ആരറിയുന്നു? അദ്ധ നന്നായി. ആരാണ് നന്നായിട്ട് അറിയുന്നത്? കോവേദ അദ്ധ. അദ്ധ എന്ന് വെച്ചാൽ നന്നായി. കോ അദ്ധ വേദ സ്വസംഭവം. തൻ്റെ തന്നെ സംഭവത്തിന് കാരണമായ അവനെ എൻ്റെ ജന്മത്തിന് കാരണമായത് എൻ്റെ പിതാവാണെന്ന് എനിക്കറിയൂ. അതിൻ്റെ പിതാവ്, അതിൻ്റെ പിതാവ്, ഇതിനെല്ലാം കാരണഭൂതൻ ഈശ്വരനാണ് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. സുസംഭവം ഓ ആരാ ഇതറിയുക? ഇതാരും ശരിക്കറിയുന്നില്ല. ഭഗവാന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാൻ ആർക്കും കഴിയില്ല. ചികീർഷിതം നവൈ. ചികീർഷിതം എന്താണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ആർക്കും അറിയില്ല. സംഭവം നടന്നു കഴിയുമ്പോൾ ഇതായിരുന്നു ഭഗവാന്റെ ഇച്ഛ എന്ന് നമുക്ക് പറയാം. അതേ പറ്റുള്ളൂ. നമുക്ക് നേരത്തെ പറയാൻ പറ്റുമോ എന്റെ വിധി ഇങ്ങനെയൊക്കെയാണെന്നും? ഇല്ല. സംഭവിച്ചു കഴിയുമ്പോൾ പറയാം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കും ഈ ഭഗവാന്റെ രൂപസ്വീകരണത്തിന്റെ പ്രയോജനം എന്താണെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. എല്ലാവരുടെയും ഉത്ഭവത്തിന് കാരണവുമാണ്. ആ പുരാണ പുരുഷനെ അനന്തരജാതന്മാരിൽ ആരും എങ്ങനെ അറിയും? അതുകൊണ്ട് നിത്യാനന്ദ സ്വരൂപനായ ഭഗവാന്റെ ശക്തി ക്ലിപ്തപ്പെടുത്തി പറയാൻ ആർക്കും പറ്റില്ല. അപ്രമേയം. കുട്ടികൾ കളിക്കുന്നത് എന്തിനാണെന്ന് ആർക്ക് പറയാൻ പറ്റും? എന്തിനാ ഈ കുട്ടി ഈ കളിപ്പാട്ട്? കുട്ടിക്ക് പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. കളിക്കണമെന്ന് തോന്നി, അത്ര തന്നെ. അതിന് പ്രത്യേകിച്ച് കാരണം പറയാനില്ല. അതുപോലെ നാനാശക്തികളുടെ ഉൽപ്പത്തിക്ക് സ്ഥാനം ഭഗവാനാണ്. പക്ഷേ അതിൻ്റെ കാരണം അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ. ജലങ്ങൾ വ്യാപരിച്ച് കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചിദ്രൂപന്റെ വ്യാപാരമുണ്ട് എന്ന് അറിയാനേ നമുക്ക് കഴിയുള്ളൂ. അവ്യക്തസ്യ പ്രമേയസ്യ നാനാശക്തിയുദയസ്യ നവൈ ചികീർഷിതം താതകോ വേദാർത്ഥാത്തു സംഭവം. അവ്യക്തസ്യ അപ്രമേയസ്യ നാനാശക്തിയുദയസ്യ ചികീർഷിതം ന വേദ സ്വസംഭവം കഃ അർത്ഥവേദ. അവ്യക്തസ്യ പ്രമേയസ്യ നാനാശക്തിയുദയസ്യ നവൈ ചികീർഷിതം താത കോ വേദാർത്ഥാത്തു സംഭവം. അവ്യക്തസ്യ അപ്രമേയസ്യ നാനാശക്തിയുദയസ്യ നവൈ ചികീർഷിതം താത കോ വേദാർത്ഥാത്തു സംഭവം. നചൈതേ പുത്രക പ്രാദുർഹന്താരോധനദാനുഗാഹം വിസർഗാത് അനയോസ്താദപുംസോ ദൈവം ഹി കാരണം. നച്ച ഏതേ പുത്രക. ഹേ പുത്രക, അല്ലയോ കുഞ്ഞു കുഞ്ഞേ, ഭ്രാതൃഹു ഹന്താരോ, നിന്റെ സഹോദരന്റെ ഹന്താക്കൾ, കൊന്ന ആൾക്കാർ, ധനത അനുഗാഹ, കുബേരന്റെ അനുഗന്മാർ, അനുചരന്മാരായ ഇവരെ അതിന് കാരണക്കാരായത് മാത്രം. അവർ ഹന്താക്കളല്ല, അവരല്ല കൊന്നത്. വിസർഗാത് അനയോഹോ താതപുംസോ ദൈവം ഹ്യാർ. വിസർഗാത് അനയോഹോ, ജന്മമരണങ്ങളുടെ കാരണം വിസർഗത്തിനും വിസർഗ ആദാനയോഹോ കാരണം. വിസർഗ ആദാനയോഹോ, അവിടെ ദീർഘമുണ്ട്. വിസർഗത്തിനും ആദാനത്തിനും കാരണം പുംസ, പുരുഷന്റെ സൃഷ്ടിക്കും സംഹാരത്തിനും കാരണം ദൈവം ഹി ഈശ്വരനാണ്. നമ്മളാരുമല്ല. ഇന്നപ്പം ഞാൻ ഇന്നിടത്ത് ജനിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചല്ല. അതിന് ഈശ്വരനാണ് കാരണം. ഞാൻ മരിക്കുന്നത് തന്നെയാണ്. ഇത് രണ്ടിനും വിസർഗ ആദാനയോഹോ കാരണം ദൈവം ഹി, അത് ദൈവം തന്നെയാണ് എന്ന് ധരിച്ചു.
നീ ഇപ്പോൾ ഈ നിന്റെ സഹോദരനെ കൊന്നത് ഈ കുബേര അനുചരന്മാരാണെന്ന് ധരിച്ചാണോ ഇത്രയൊക്കെ അവരെ നിഗ്രഹിക്കാൻ പോയത്? ഇത് നിന്റെ ആ ജ്യേഷ്ഠന്റെ കർമ്മഗതിയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. അതിന് ഇവരാരും കാരണമല്ല, ഇവർ തൽക്കാലം കാരണമായി എന്ന് കാണുന്നത് മാത്രമേ ഉള്ളൂ. 1 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞാൽ വിളിച്ചാൽ മതിയോ? ഒരു ക്ലാസ്സിലാണ്. ഹലോ, ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. നജയിതേ പുത്രക ഭ്രാതൃഹന്താരോ ധനദാനുഗാഹം വിസർഗാദാനയോസ്താദവും സോദൈവം കാരണം. ഹേ താത, ഏതേ ധനദാനുഗാഹ ഭ്രാതുഃ ഹന്താരഃ പുംസഃ വിസർഗാദാനയോ കാരണം ദൈവം. നചൈതേ പുത്രക ഭ്രാതൃഹന്താരോ ധനദാനുഗാഹം വിസർഗാദാനയോസ്താദവുംസോ ദൈവം ഹി കാരണം. നചൈതേ പുത്രക ഭ്രാതൃഹന്താരോ ധനദാനുഗാഹം വിസർഗാദാനയോസ്താദവുംസോ ദൈവം ഹി കാരണം. പയേവ വിശ്വം സൃജതി പയേവാപതിഹന്തി ച അഥാപി ഹ്യനഹങ്കാരാൻ നാജ്യതേ ഗുണകർമ്മഭി. പ ഏവ, അവൻ തന്നെയാണ് വിശ്വം സൃജതി, ശിഷ്യത്വ സൃഷ്ടിക്കുന്നത്. പയേവ അവധി, അവൻ തന്നെയാണ് രക്ഷിക്കുന്നത്. പയേവ ഹന്തി, അവൻ തന്നെ നശിപ്പിക്കുകയും ചെയ്യും. അഥാപി, എന്നിട്ടും ഈ അനഹങ്കാര, തീർച്ചയായിട്ടും ഞാനാണ് ചെയ്യുന്നതെന്നുള്ള അഹങ്കാരം ഇല്ലാത്തതുകൊണ്ട് നാജ്യതേ, ബാധിക്കില്ല ഗുണകർമ്മത്തിൽ. ഗുണകർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുകയില്ല. നമുക്കതല്ല, ഗുണകർമ്മങ്ങൾ നമ്മൾ ഞാനാണ് എൻ്റെ മകനെ സൃഷ്ടിച്ചത് എന്ന് ഒരഹന്ത എന്നെ ബാധിക്കുന്നത് കൊണ്ട് ഞാൻ സൃഷ്ടികർത്താവെന്ന് അഭിമാനം. ഈശ്വരനെ സംബന്ധിച്ച് അങ്ങനെയില്ല. അതുകൊണ്ടത് അപ്പം അങ്ങനെ ആകുന്നത് കൊണ്ടാണ് സത്വ രജ തമസുകളുടെ ഭേദം കൊണ്ട് ഓരോ കർമ്മം ചെയ്യുന്നു. സത്വമായ കർമ്മം ചെയ്യുമ്പോൾ പുണ്യം കിട്ടുന്നു, സുഖം കിട്ടുന്നു. രജസും തമസും ബാധിച്ച് കർമ്മം ചെയ്യുമ്പോൾ പാപമാണ്, ദുഃഖമാണ്. ഇതെല്ലാം മനുഷ്യനെ ബാധിക്കുന്ന അവനവന്റെ കർമ്മം കൊണ്ടാണ്, ഈശ്വരൻ തരുന്നതല്ല. തയേവ വിശ്വം സൃജതി തയേവാപതിഹന്തി ച അഥാപി ഹ്യനഹങ്കാരാൻ നാജ്യതേ ഗുണകർമ്മഭി. തയേവ വിശ്വം സൃജതി തയേവ അപതിഹന്തി ച അഥാപി അനഹങ്കാരാത് ഗുണകർമ്മഭിഃ ന ആജ്യതേ. തയേവ വിശ്വം സൃജതി തയേവാപതിഹന്തി ച അഥാപി ഹ്യനഹങ്കാരാൻ നാജ്യതേ ഗുണകർമ്മഭിഃ. തയേവ വിശ്വം സൃജതി തയേവാപതിഹന്തി ച അഥാപി ഹ്യനഹങ്കാരാൻ നാജ്യതേ ഗുണകർമ്മഭിഃ. ഏഷ ഭൂതാനി ഭൂതാത്മാ ഭൂതേഷു ഭൂതഭാവനാം സ്വശക്ത്യാ മായയാ യുക്തഃ സൃജത്യത്യപാതി ച. ഏഷ ഭൂതാനി, ഈ ഭൂതങ്ങൾ, ഭൂതാത്മാ ഭൂതേഷു ഭൂതഭാവന, ഭൂതാത്മാവായ ഭൂതേശനായ ഭൂതഭാവനായ ഇവൻ. ഈ 3 വിഷ്ണുസഹസ്രനാമത്തിൽ ഇത് 3 പറയും. ഭൂതാത്മാവാണ്. ഭൂതാത്മാവെന്ന് വെച്ചാൽ എല്ലാ ഭൂതങ്ങളുടെയും സ്വരൂപമാണ്, ആത്മസ്വരൂപമാണ്. ഭൂതേശനാണ്, എല്ലാ ഭൂതങ്ങളുടെയും നിയന്താവാണ്, എല്ലാ ഭൂതങ്ങളെയും പരിപാലിക്കുന്നവനാണ്. ഭൂതാത്മാ ഭൂതേഷു ഭൂതഭാവന ഏഷ, ആയ ഇവൻ സ്വശക്തിയാ, തൻ്റെ ശക്തിയാകുന്ന മായയോട് കൂടി ചേർന്നിട്ട് മായയാ യുക്ത സൃജതി അത്തിച്ച പാതിച്ച, സൃഷ്ടിക്കുന്നു, അത്തി സംഹരിക്കുന്നു, പാതി രക്ഷിക്കുന്നു. സൃജതി സൃഷ്ടിക്കുന്നു, അത്തി എന്ന് വെച്ചാൽ ഭക്ഷിക്കുന്നു, സംഹരിക്കുന്നു, ഉള്ളിലാക്കുന്നു. സൃജത്യത്തിച്ച പാതിച്ച. ഏഷ ഭൂതാനി ഭൂതാത്മാ ഭൂതേഷു ഭൂതഭാവനാം സ്വശക്ത്യാ മായയാ യുക്ത സൃജത്യത്തിച്ച പാതിച്ച. ഭൂതാത്മാ ഭൂതേശഃ ഭൂതഭാവനഃ ഏഷ സ്വശക്ത്യാ മായയാ യുക്തഃ
ഭൂതാനി സൃജതി അത്തി പാതിച്ച ഏഷ ഭൂതാനി ഭൂതാത്മാ ഭൂതേശോ ഭൂതഭാവനാം സ്വശക്തിയാ മായയായുക്ത സൃജത്യത്തി ച പാതിജാം ഏഷ ഭൂതാനി ഭൂതാത്മാ ഭൂതേശോ ഭൂതഭാവനാം സ്വശക്തിയാ മായയായുക്ത സൃജത്യത്തി ച പാതിജാം ത്വമേവ മൃത്യുമമൃതം താതദൈവം സർവാത്മനോപേഹി ജഗത്പരായണം യസ്മൈ ബലിം വിശ്വസൃജോ ഹരന്തി ഗാവോ യഥാ വൈ നഭി ദാമയന്ത്രിതാഹം തം ഏവ അവനെ തന്നെ മൃത്യും അമൃതം താത ദൈവം മൃത്യുവായ അമൃതനായ മൃത്യും അമൃതം ദൈവമായ ജഗത്പരായണനായ തം ഏവം അവനെ തന്നെ ആ ഈശ്വരനെ തന്നെ തം ഏവ ദൈവം ആ ദൈവത്തെ തന്നെ സർവാത്മന സർവഭാവത്തോടെ ഉപേഹി ശരണം പ്രാപിക്കാം തമേവ മൃത്യും അമൃതം താത ദൈവം സർവാത്മനോപേഹി സർവാത്മനാ ഉപേഹി സർവാത്മനോപേഹി ജഗത്പരായണനാണ് ആ ഭഗവാൻ യസ്മൈ ബലിം വിശ്വസൃജോഹരൻ ആർക്കു വേണ്ടിയാണോ വിശ്വസൃഷ്ടുകൾ ബലി സമർപ്പിക്കുന്നത് ലോകസൃഷ്ടാക്കന്മാരായ പ്രജാപതിമാരൊക്കെ യാതൊരാൾക്ക് വേണ്ടിയാണോ ബലി അർപ്പിക്കുന്നത് അത് ഏതുപോലെയാണ് ഗാവോ യഥാ വൈ നഫിദാമയന്ത്രിതാഹം ഗാവോ പശുക്കൾ യഥാ എപ്രകാരമാണോ നഫി മൂക്കിൽ ദാമ യന്ത്രിതാഹ കയറുകൊണ്ട് നിയന്ത്രിക്കുന്ന പോലെ പശുക്കളുടെ മൂക്കിൽ കയറിട്ട് നിയന്ത്രിക്കുന്ന പോലെ മൂക്കുകയറിട്ട് പശുക്കളെ നിയന്ത്രിക്കുന്നത് പോലെ വാസ്തവത്തിൽ ഈ ഈശ്വരന്റെ നിയന്ത്രണത്തിലാണ് നമ്മളൊക്കെ പോകുന്നത് നമ്മൾക്കൊക്കെ ഒരു മൂക്കുകയറിട്ട് പിടിച്ചിട്ടുണ്ട് ഒരാൾ പക്ഷെ ആളിനെ നമുക്കറിയില്ലല്ലോ അതുകൊണ്ടാണ് സർവാത്മന ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കണം എന്നാൽ മാത്രമേ അഹന്തയും മമതയും ഒക്കെ നശിക്കുകയുള്ളൂ അത് നശിച്ചെങ്കിൽ മാത്രമേ ജന്മമരണാദികളൊക്കെ ഇല്ലാതാക്കി അപ്പുറത്ത് കടന്ന് മോക്ഷത്തെ പ്രാപിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ പരമാശ്രയമായിരിക്കുന്ന ജഗദീശ്വരനാണ് എങ്ങനെയാണ് അദ്ദേഹത്തെ പ്രാപിക്കേണ്ടത് ലോകസൃഷ്ടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ബ്രഹ്മാവ് തുടങ്ങി എല്ലാവരും മൂക്കുകയറിട്ട് തുളച്ച് കയ്യിൽ പിടിച്ചിരിക്കുന്ന യജമാനു വേണ്ടി പ്രവൃത്തി കാണിക്കുന്ന കാളകളെ പോലെയാണ് ബ്രഹ്മാവ് മുതൽ എല്ലാവരും അവരുടെ എല്ലാം മൂക്കുകയറി തുളച്ച് കയ്യിൽ പിടിച്ചിരിക്കാം അതുകൊണ്ട് ഭഗവാൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു ആ ഭഗവാന്റെ പ്രേരണയാണ് എല്ലാ വ്യാപാരങ്ങൾക്കും ഭഗവത് പ്രസാദത്തിനും കാരണം അതുകൊണ്ട് ആ പുണ്യപാപങ്ങളുടെ ബന്ധനത്തിന് മുക്തനാവണമെങ്കിൽ ആ ഭഗവാനെ തന്നെ ആശ്രയിക്കണം എന്ന് മനു ഈ കൊച്ചുമകന് ഉപദേശിച്ചു കൊടുക്കുക തമേവ മർത്യുമമൃതം താതദൈവം സർവാത്മനോപേഹി ജഗത്പരായണം യസ്മൈ ബലിം വിശ്വസൃജോ ഹരന്തി ഗാവോ യഥാ വൈ നഫിദാമയന്ത്രിതാഹ മൃത്യും അമൃതം ജഗത്പരായണം തം ദൈവം യവ സർവാത്മന ഉപേഹി നഫി ദാമയന്ത്രിതാഹ ഗാവഃ യഥാ വിശ്വസൃജഃ യസ്മൈ ബലിം ഹരന്തി തമേവ മർത്യുമമൃതം താതദൈവം സർവാത്മനോപേഹി ജഗത്പരായണം യസ്മൈ ബലിം വിശ്വസൃജോ ഹരന്തി ഗാവോ യഥാ വൈ നഫിദാമയന്ത്രിതാ തമേവ മർത്യുമമൃതം താതദൈവം സർവാത്മനോപേഹി ജഗത്പരായണം യസ്മൈ ബലിം വിശ്വസൃജോ ഹരന്തി ഗാവോ യഥാ വൈ നഫി ദാമയന്ത്രിതാഹം. നമുക്ക് ഇത് മുഴുവൻ ഈ അധ്യായം ഇന്ന് തീരില്ല. 5ഓളം ശ്ലോകങ്ങളുണ്ട്. നമുക്ക് ഇന്നിവിടെ ഉപസംഹരിക്കാം. 28 മുതൽ നമുക്ക് അടുത്ത ദിവസത്തിൽ മാറ്റാം. ആർക്കെങ്കിലും സംശയമാണെങ്കിൽ ചോദിക്കാം. അത് നമുക്ക് ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.